വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ അവർ എൻവയോൺമെൻറ്റ് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എർത്ത് ഈസ് ദി ഓൺലി പ്ലാനറ്റ് നൗ ഫോർ സപ്പോർട്ടിങ് ലൈഫ്, അല്ലേ? ലൈഫ് നമ്മുടെ ജീവൻ്റെ എന്താ മനുഷ്യൻ്റെ ജീവൻ്റെ ഒരു നാട് തന്നെ നിലനിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഭൂമിയിലാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലൈഫ് എക്സിസ്റ്റ് ഓൺലി ഇൻ എ വെരി നാരോ സോൺ ഓഫ് ദി എർത്ത് കാൾഡ് ബയോസ്ഫിയർ. അപ്പോൾ അതിൽ നമ്മുടെ എർത്ത്, അല്ലെ, നമ്മുടെ ഭൂമിയിൽ തന്നെ ജീവൻ നിലനിൽക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് സൺ ഈസ് ദി ഓൺലി സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ ഈ ബയോസ്ഫിയറിൽ നമ്മുടെ സൂര്യനാണ് എന്ത്? സൺ ഈസ് ദി ഓൺലി സോഴ്സ് ഓഫ് എനർജി. സൂര്യനാണ് നമുക്ക് എനർജി തരുന്ന ഒരു സോഴ്സ് എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് വിച്ച് എനബിൾ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ എമംഗ് വേരിയസ് ലൈഫ് ഫോംസ്. അപ്പോൾ സണ്ണിൽ നിന്നുള്ള എനർജിയാണല്ലേ നമ്മുടെ ഈ ഭൂമിയിൽ ഓരോ, അതായത് പ്ലാന്റ്സുകളാവട്ടെ, ആനിമൽസ് ആവട്ടെ, അല്ലെങ്കിൽ ഹ്യൂമൻസ് ആവട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ലൈഫ് ഫോംസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദിസ് യൂണിറ്റ് ബിഗിൻ ദി ഫസ്റ്റ് ഇൻ ദി കോഴ്സ് ബ്രിങ് ഔട്ട് ദി ഹോളിസ്റ്റിക് മീനിങ് ഓഫ് ദി വേർഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ യൂണിറ്റിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വേർഡ് ബൈ വേർഡായിട്ട് എല്ലാം പറയുന്നില്ല. ഇതിൽ ടോട്ടൽ എന്താണ് പറയുന്നതെന്ന് പറയാം ഇനി നോക്കാം. വി ഹോപ്പ് ദാറ്റ് ദിസ് യൂണിറ്റ് വിൽ ഗീവ് യു എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് വേരിയസ് കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ടോട്ടലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെൻറ്റ്, അല്ലേ, നമ്മുടെ ഈ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, എക്കോസിസ്റ്റംസ്, അതായത് ബയോസ്ഫിയർ. ഈ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിൽ വരുന്ന വേരിയസ് ആയിട്ടുള്ള ഓരോ കമ്പോണൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, ദിസ് യൂണിറ്റ് വുഡ് ബി enable you to see your intelligence and skill for managing our environment and keeping it healthy for future generation. അതുപോലെ തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നതൊക്കെ ഇതിൽ കൂടുതലായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. ദിസ് യൂണിറ്റ് വിൽ ഫർദർ എക്സ്പ്ലെയിൻ ദി മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനെ കുറിച്ചുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്കോപ്സ് എന്തൊക്കെയാണെന്നും ഇതിൽ കൂടുതലായിട്ട് പറയുന്നു. അതാണ് ഫസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റിൽ എന്താണ് പറയുന്നത്? പോയിന്റ് മാത്രം നോക്കാം. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ലിവിങ് ഓർഗാനിസം ഹാസ് എ സ്പെസിഫിക് സറൗണ്ട് ഓർ മീഡിയം വിത്ത് വിച്ച് ഇറ്റ് കണ്ടിന്യൂസ്ലി ഇൻട്രാക്റ്റഡ്, അല്ലേ? ഇപ്പോൾ ഏതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു, ഇപ്പം ഞാൻ, അതായത് ഒരു ഹ്യൂമൻ ബീങ്, അല്ലേ? ഇപ്പം ഞാൻ എന്നൊരാൾ, അതായത് അറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ചുറ്റുപാടിനുള്ള ഓരോരുത്തരെയും ആശ്രയിച്ചാൽ, ഞാൻ എൻ്റെ പാരൻസിനെ ആശ്രയിക്കുന്നു, അതുപോലെ തന്നെ ഫുഡിനായിട്ട് എക്കോസിസ്റ്റത്തെ ആശ്രയിക്കുന്നു, അതുപോലെ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു, സണ്ണിനെ ആശ്രയിക്കുന്നു, അല്ലേ? അതായത് നമ്മൾ ഒരു ഹ്യൂമൻ ബീങ്സ് നമ്മൾ ചുറ്റുവട്ടത്തിനുള്ള എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വേറുള്ള എന്തെടുത്താലും, ഇപ്പോൾ ഒരു ജലത്തിലുള്ള ഒരു ഫിഷ് എടുത്താൽ ആ ഫിഷും അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള പല അതായത് ചിലപ്പോൾ അതിന് ഫുഡിന് ആവശ്യമായിട്ടുള്ള മൈക്രോബ്സിനെ ഒരു ഫിഷ് ആശ്രയിക്കുന്നു, അതുപോലെ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു. അങ്ങനെ ഒരു വസ്തു എടുത്താൽ അത് അതിൻ്റെ ചുറ്റിനെ എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുന്നത് ദി എൻവയോൺമെൻറ്റ് ഈസ് ഡിഫൈൻഡ് as. ഇനി എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ദി സം ടോട്ടൽ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻറ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് ഈവൻറ്റ് സറൗണ്ടിങ് എ ഓർഗാനിസം. എന്താണ് ദി സം ടോട്ടൽ ഓഫ്? അതായത് എന്തിൻ്റെയൊക്കെ സമ്മാണ്? ആ ലിവിങ്, അതായത് ജീവനുള്ളവയും അതുപോലെ ജീവനില്ലാത്തവയുടെയും ഒരു ടോട്ടലായിട്ടുള്ള ഒരു സമ്മാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. അതാണ് ഈ എൻവയോൺമെൻറ്റ് എന്നോട്
എൻവയോൺമെൻറ്റിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നതെന്നാണ് പറയുന്നത്. ഇനി ലെറ്റ് us begin by asking what is environment. എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് നോക്കാം. എൻവയോൺമെൻറ്റ് ഈസ് derived from French word environ, which means to encircle or surround, while means outcoaching. Environment is the interaction between organism and the nature. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് എൻവയോൺമെൻറ്റ് എന്നുള്ള ഒരു വേർഡ് വന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓർഗാനിസം, അതുപോലെ തന്നെ നേച്ചറും, ഇപ്പം മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനിമലും പ്രകൃതിയുമായിട്ട്. അപ്പം വാട്ട് ഈസ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദി നേച്ചർ. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് നേച്ചർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് വരുന്നത്. ഇതിനെ കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ദി സം ടോട്ടൽ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻറ്റ് ഇൻഫ്ലുവൻസ് സറൗണ്ടിങ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് നോ ഓർഗാനിസം ക്യാൻ ലൈവ് എലോങ് വിത്തൗട്ട് ഇൻട്രാക്ടിങ് വിത്ത് അതർ ഓർഗാനിസം. കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഇപ്പം ഒരു ഓർഗാനിസത്തിനും എന്താണ് മറ്റുള്ള ഇപ്പം ഞാൻ എന്നുള്ളൊരു മനുഷ്യനെ എടുക്കുന്നെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത്, അതായത് പരസ്പരം ഇടപഴകാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോ ഓർഗാനിസം ക്യാൻ ലൈവ് എലോങ് വിത്തൗട്ട് ഇൻട്രാക്ടിങ് വിത്ത് അതർ ഓർഗാനിസം. സോ ഈച്ച് ഓർഗാനിസം ഹാസ് അതർ ഓർഗാനിസം ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഓരോ ഓർഗാനിസവും നമ്മുടെ എൻവയോൺമെൻറ്റിലെ ഒരു പാർട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, യു മസ്റ്റ് ബി അവെയർ ദാറ്റ് ആൾ ആനിമൽസ് ആർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ പ്ലാന്റ്സ്. കറക്റ്റല്ലേ? എല്ലാ ഓർഗാനിസവും അല്ലേ, നമ്മുടെ ഈ എൻവയോൺമെൻറ്റിലുള്ള എല്ലാ ഓർഗാനിസവും ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്ലാന്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പം മനുഷ്യൻ പ്ലാന്റിനെ കഴിക്കുന്നുണ്ട് അല്ലേ, ചീര കഴിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പച്ചക്കറി ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട് പ്ലാന്റിൽ നിന്ന്. അതുപോലെ ആനിമൽസ് ആണെങ്കിൽ പ്ലാന്റ് കഴിക്കുന്നുണ്ട്. പ്ലാന്റ് കഴിക്കുമ്പോൾ ആനിമൽസിന് ദഹനത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ അതാണ് അവിടെ ഉദ്ദേശിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നും അങ്ങനെ വായിക്കുന്നില്ല. അടുത്ത ടെക്സ്റ്റ് പേജ് നമ്പർ 9 ഒരു എക്കോസിസ്റ്റത്തിന് എൻവയോൺമെൻറ്റ് ഓഫ് ക്രാപ്പിൻ പോണ്ട്, ഒരു പോണ്ടിലുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഓരോന്നും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് ഒരു നല്ലൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. അടുത്തത് കമ്പോണൻറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ്. ഓക്കെ, കമ്പോണൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. ബ്രോഡ്ലി ദി എൻവയോൺമെൻറ്റ് കംപ്രൈസ് ഓഫ് അബയോട്ടിക് നോൺ ലിവിങ് ആൻഡ് ബയോട്ടിക് ലിവിങ് കമ്പോണൻറ്റ്. ഓക്കെ, നമുക്ക് എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ബയോട്ടിക്കായിട്ടും അബയോട്ടിക്കായിട്ടും. ബയോട്ടിക് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലിവിങ് ആയിട്ടുള്ള അല്ലെ, ജീവനുള്ളവ താമസിക്കുന്ന ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പം ബയോട്ടിക്കും അബയോട്ടിക് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ബയോട്ടിക്കിൽ വരുന്നതാണ് പ്ലാന്റ്, ജീവനുണ്ട്. ആനിമൽ ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് തന്നിട്ടുണ്ട്. ഓർഗാനിസം, ഡീകമ്പോസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ മൈക്രോ ബാക്ടീരിയസ് ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അബയോട്ടിക് ആയിട്ട് വരുന്നത് ലൈറ്റ് വരാം, അതുപോലെ പ്രിസിപിറ്റേഷൻസ് വരാം, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, അത് സത്യത്തിൽ ബേസിക്കായിട്ട് ഇതിൽ പറയുന്നത് എന്താണ് എൻവയോൺമെൻറ്റ്, അവിടെ എൻവയോൺമെൻറ്റിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ബയോട്ടിക്കും അബയോട്ടിക്കും ചേർന്ന ഒരു ഇതിനെയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതെന്നാണ് അത്രയും നമ്മൾ ഈ പഠിച്ച ഇത്രയും പോർഷനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ബയോട്ടിക്ക് ജീവനുള്ളതും അബയോട്ടിക്ക് ജീവനില്ലാത്തതും അതാണ് പറയുന്നത്. അടുത്തത് ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ്. റീകാൾ ദ ഡെഫിനിഷൻ ഓഫ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് കൺസിഡർ എ ഫിഷ് ലിവിങ് ഇൻ എ നാച്ചുറൽ പോണ്ട് വിച്ച് വി ഹാവ് ആൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദി പ്രീവിയസ് സെക്ഷൻ.
its external environment will be the water in the pond. Okay, which it primarily inhabits. The water would contain nutrient, oxygen, and other organisms that the fish require to sustain its life, as opposed to the external environment. The body cavities within the fish provides an internal environment quite separated from the outside environment. The body surface acts as an exchange barrier between the internal and the external environment of the fish. The internal environment is relatively stable as compared to the external environment. However, illness and injury or even environment stress can upset it. But when the cause of disturbance is removed, the external environment comes back to its original condition. The pond which the fish inhabit is its natural environment. The abiotic factors of the pond like light, temperature, depth, nutrient, and dissolved gases will provide the life supporting chemical and physical factors for the fish. Mollusks, tadpoles, frogs, and aquatic vegetations could be food for the fish, savanna, and desert. അതായത് അവിടെ കുറേശ്ശെ അവർ വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ, അതായത് ഇപ്പോൾ ഒരു ഫിഷ് എടുക്കണമെങ്കിൽ ഫിഷിൻ്റെ ഔട്ടർ മോസ്റ്റിലായിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിട്ട് വരുന്നതാണ് വാട്ടർ. അതുപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് എൻവയോൺമെൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഈ വാട്ടറിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റേർണലായിട്ട് വരുമ്പോൾ ഫിഷിൻ്റെ ബോഡി ക്യാവിറ്റീസ് അതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ വേറൊന്നും പറയുന്നില്ല. ലാക്സ് പോണ്ട് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ഫോർ ലൈഫ്. വെദർ ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ് ഓർഗാനിസം ഇൻഹാബിറ്റ്, ദേ ആൾ നീഡ് ലൈഫ് സപ്പോർട്ടിങ് ഇലമെൻറ്റ് ഫോർ ദെയർ സർവൈവൽ. എന്താ മനസ്സിലായില്ല? വാട്ട് എവർ ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ് ഓർഗാനിസം ഇൻഹാബിറ്റ്, ദേ ആൾ നീഡ് ലൈഫ് സപ്പോർട്ടിങ് എലമെൻറ്റ് ഫോർ ദെയർ സർവൈവൽ. These include air that they breathe, food and water they take in, and shelter either as natural. Environment is the only source that provides these life supporting elements. We make use of the land for cultivating crops, soil, provide nutrient needed for the growth of plants. The landform determines the soil type found in any one area, and soil itself varies from place to place. Some soils are rich in nutrient and other are lacking in them. The soil lacking nutrients need the addition of fertilizers. Climate and short-term weather changes are characterized mainly by wind, temperature, pressure, and rainfall, and are determined by the properties of the atmosphere. Air in the atmosphere provides living organism with an oxygen, without which survival of the most of the living organism will be threatened. ഓക്കെ, ഇതിൽ എൻവയോൺമെൻറ്റ്, അതായത് ലൈഫ്, നമ്മുടെ എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലൈഫിൻ്റെ സിഗ്നിഫിക്കൻസുകളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ആവശ്യമായിട്ട് വരുന്ന എയർ, വാട്ടർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ലൈഫിന് പ്രാധാന്യം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അടുത്തത് ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. ഇതൊക്കെ സത്യത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പ്. As we know from the previous section that all living beings are depend upon their immediate surroundings for their sustenance and survival, there are two distinct situations observed if we trace the history of human civilization. The first situation is that human being adjusted or adapted to the prevailing environment condition. Those who could not adapt or adjust pressured. Similar situations can be observed amongst plants and animals also. As human civilization progressed, people developed
knowledge, skill, and technology to subjudge nature. This happened faster after Renaissance and Industrial Revolution. It has improved standard of living as well as made human life comfortable. However, this has leads to irreparable damage of environment and threat to the human societies as well as survival of the planet Earth. Therefore, it has been realized that there should be a balance between development and protection of environment. അതിൽ പറയുന്നത് അതായത് നമ്മുടെ ആദ്യ കാലഘട്ടത്ത് അല്ലെ മനുഷ്യൻ്റെ ഉൽപ്പത്തി ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ടുള്ള പല സാധനങ്ങളും ഇല്ലായിരുന്നു. പിന്നെയാണ് ഒരു ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റൊക്കെ വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഓരോ മാറ്റങ്ങളും വന്നു തുടങ്ങിയത്. അതിലൂടെ വന്ന പല മാറ്റങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട് ബാലൻസ്. പിന്നെ അടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് സസ്റ്റൈൻ ഡെവലപ്മെൻറ്റ് വിച്ച് വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ ടെക്സ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ഹ്യൂമൻ്റെ അപ്രോച്ചസ്, അതായത് എൻവയോൺമെൻറ്റിനോടുള്ള ആ റിലേഷൻഷിപ്പാണ് അടുത്ത് തന്നിട്ടുള്ളത്. ഡിറ്റർമിനേഷൻ, പോസിബിലിസം, എൻവയോൺമെൻറ്റലിസം ഓർ എക്കോളജിക്കൽ അപ്രോച്ച് എന്ന 3 ഇതാണ് തന്നിട്ടുള്ളത്. അതിലാദ്യം ഡിറ്റർമിനേഷനിൽ പറയുന്നത് ദിസ് കൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജർമ്മൻ ജിയോഗ്രഫർ ഫ്രെഡറിച്ച് റൈറ്റ്സൽ. അപ്പോൾ ഇത് ഒരു ജർമ്മൻ ജിയോഗ്രഫർ ആയിട്ടുള്ള ഫ്രെഡറിച്ച് റൈറ്റ്സൽ ആണ് മുന്നോട്ട് വെച്ചത്. വിച്ച് വാസ് ഫർദർ എക്സ്പാൻഡഡ് ബൈ എൽസ്വർത്ത് ഹണ്ടിങ്ടൺ. പിന്നീട് ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. This is also known as environmental determinism. According to this approach, human being is largely influenced by നേച്ചർ. അപ്പോൾ ഈ അപ്രോച്ചസിൽ ഹ്യൂമൻ ബീയിങ്സ് ലാർജ്ലി ആയിട്ട് എന്തുമായിട്ട് അപ്രോച്ച് ചെയ്ത് നമ്മുടെ നാച്ചുറുമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് ഡിറ്റർമിനേഷനിൽ പറയുന്നത്. ഇനി പോസിബിലിറ്റീസും ദിസ് ടേം വാസ് കോയിൻഡ് ബൈ ദി ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ Lucien Febvre. Possibilism approach in the study of human-environment relationship is an offshoot of the criticism of environmental determination. The evolution of such human-environment relationship was influenced by the advancement of science and technologies. Possibilism indicates that the physical environment is passive and the human being is the active agent at liberty. Human beings have active agent at liberty to choose between wide ranges of environment possibilities. According to this approach, the pattern of human activities is the result of the initiative and mobility of human being operating with the natural framework. However, it was agreed upon by the possibilities that human lack the ability to fully tame the nature and is not always victorious over it. അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചസും തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് അതായത് കൂടുതലും പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത് എങ്ങനെ ഇടപഴകി താമസിക്കുന്നു അതിനോടുള്ള ഒരു അപ്രോച്ചസ്, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ചുണ്ട്, അതിന് കുറച്ചും കൂടെ ഉള്ളു. പക്ഷേ ഇതെല്ലാം കൂടെ ലെങ്ത് ആയി പോകും. നമുക്കത് അടുത്ത വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.